I am the captain of Celestial Sea Vessel. This is the body of our second officer, a dead body. It has been 2 days now. The body has started to decompose, but we have not. നിങ്ങൾ ആ കറുത്ത കളറിലെ കെട്ടിയിട്ട് എന്താണെന്ന് മനസ്സിലായോ? അതൊരു ഇന്ത്യക്കാരൻ്റെ ബോഡിയാണ് കേട്ടോ. ഒരു ഇന്ത്യൻ സെയിലറിൻ്റെ ബോഡിയാണ്. ഒമാനിലെ ദുഃഖം പോർട്ടുണ്ട്, അവിടെ സൈഡാക്കിയിട്ടുള്ള ഒരു കപ്പലിലാണ്. ഒരു എന്താണ് MT സെലസ്റ്റിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലിലാണ്. ഈ ഒരു ഇന്ത്യക്കാരാണ് അതിൽ ഏറ്റവും കൂടുതൽ. അതിൽ മൊത്തം ഏകദേശം 14 പേരോ 15 പേരോ കേട്ടോ ഇന്ത്യൻ സെയിലേഴ്സ് തന്നെയിലുള്ളത്. അതിൽ തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഒരു പയ്യൻ മരിച്ചതാണ്. 2 ദിവസമായിട്ട് ബോഡി അങ്ങനെ കിടക്കുകയാണ്. ആ ബോഡി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ മേലെ വെള്ളക്കുപ്പികൾ വെച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ഫ്രീസറും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഈ വെള്ളം തണുപ്പിച്ചിട്ട് ഐസാക്കി ഫ്രിഡ്ജിൽ നിന്ന് നോർമലി ഇങ്ങനെ വെച്ചിരിക്കുക, എന്താ ഡീകമ്പോസ്ഡ് ആവാതിരിക്കാൻ. പക്ഷെ ഓൾറെഡി 2 ദിവസമായി, ഓൾറെഡി അതായിട്ടുണ്ട്. എങ്കിലും മാക്സിമം അത് സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെച്ചിട്ടുള്ളതാണ്. അത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റൊരു ഇന്ത്യൻ തന്നെ അവിടെ കൂടെ നിൽക്കുന്നത്, അയാൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഏതായാലും ദിവസം കണ്ടു നോക്കും. और ये हमारा सेकंड ऑफिसर की बॉडी है, डेड बॉडी 2 दिन हो चुका है. अब ये बॉडी डिकम्पोज होना शुरू हो गया, लेकिन अभी हमारे कुछ ऐसा पॉजिटिव रिस्पांस नहीं मिला. हमने कांटेक्ट किया इंडियन एम्बेसी को भी, लेकिन अभी तक हमें जो एक पॉजिटिव रिस्पांस होना चाहिए वो दिखाई नहीं दे रहा. कंपनी टोटली हाइड हो गई है, कोई रिस्पांसिबिलिटी नहीं ले रही है. तो हो सके तो इस मैसेज को जितना फॉरवर्ड करो ताकि हमारे साथ कुछ जल्दी से जल्दी कार्रवाई. अदरवाइज हमारे जो सेकंड ऑफिसर का डेड बॉडी है वो जल्दी से जल्दी स्पॉइल हो जाएगा. तो प्लीज आप लोग इस मैसेज को जितना सर्कुलेट करेंगे शायद अच्छा उतना हमारे लिए होगा. अपना डुकम पोर्ट है, ओमान के अंदर पड़ता है, वहाँ पे हम एंकर पे हैं, बहुत क्लोज एंकर पे हैं. तो जो जितना जल्दी हो सके प्लीज कोई न कोई एक्शन हमें मिले. കേട്ടല്ലോ. ഏതാണെങ്കിൽ ഇത് അമേരിക്കയുടെ ആക്രമണങ്ങൾ കൊണ്ടിട്ടൊന്നുമല്ല, അങ്ങനെയൊന്നും മരിച്ചതൊന്നുമല്ല. ആള് കഴിഞ്ഞ 8-ാം തീയതി മുതൽ വയ്യാണ്ടായിട്ടുണ്ട്. 8-ാം തീയതി വയ്യാണ്ടായി എന്നുള്ളതല്ല, 8-ാം തീയതി ആൾക്ക് അതീവ ഗുരുതരമായിട്ടുണ്ട്. എന്നിട്ട് അവർ ഇന്ത്യൻ എംബസിനെ അറിയിച്ചു. അവരുടെ കമ്പനി ഉണ്ട്, ഇപ്പോൾ ഈ കപ്പലിൻ്റെ കമ്പനി കംപ്ലീറ്റ്ലി കൈ ഒഴിഞ്ഞു, അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. കാരണം കപ്പൽ ഇങ്ങനെ സ്ഥലത്ത് പെട്ടിരിക്കുകയാണ്, യുദ്ധവും കാരണങ്ങളുമാണ്, അവിടുന്ന് കപ്പൽ ഇണക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ കൈ ഒഴിഞ്ഞു. പിന്നെ അവർ ഇന്ത്യൻ എംബസിനെ കണക്ട് ചെയ്ത് നോക്കി, കാരണം ഒരു ഇന്ത്യൻ പൗരനാണല്ലോ കിടക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ എംബസിൻ്റെ സൈഡിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്ലൈ അവർക്ക് കിട്ടിയില്ല. പിന്നെ അവർ അതുപോലെ തന്നെ FSUI എന്ന് പറഞ്ഞിട്ടുള്ള ദ ഫോർവേഡ് സീമാൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതായത് FSUI എന്ന് പറയും. അത് ഒരു യൂണിയനാണ്, നമ്മുടെ ഈ സെയിലേഴ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു യൂണിയനാണത്. അപ്പം അവർ നേരിട്ട് എന്താ പറയുക, നരേന്ദ്രമോദിനെയും നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിനെയും എക്സ്റ്റേണൽ അഫയേഴ്സിനെയും വെച്ചിട്ട് അവർ പോസ്റ്റ് വരെ ഇട്ടു. ആ പോസ്റ്റ് ഇതായിരുന്നു, അതായത് നരേന്ദ്രമോദിജി അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്ട്രി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അവിടുത്തെ ഇന്ത്യയിൽ ഒരുപാട് അവിടുത്തെ വെസൽസിൽ ഇന്ത്യക്കാരുള്ളത്. അവിടെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകണം. ഓൾറെഡി 3 കപ്പൽ മുങ്ങി. ഇനി അതിൻ്റെ കൂടെ ബാക്കിയുള്ളതും കൂടെ, ഈ കപ്പലുകളൊക്കെ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് അവരിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം ഒന്നും ചെയ്യാനില്ല. നമ്മൾ കോംപ്രമൈസ്ഡ് ആണ്, ഫുള്ളി കോംപ്രമൈസ്ഡ് PM ആണ് നമുക്കുള്ളത്. പുള്ളി അവിടെ പോയിട്ട് ഇങ്ങനെ കോംപ്രമൈസും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചില ഫയലുകൾ കണ്ട് പേടിച്ചിട്ട് ഇങ്ങനെ പോലെ വളഞ്ഞും തൊലിഞ്ഞും നിന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ അവിടെ ഇല്ല. ഇനിയിപ്പോൾ നിങ്ങളത് ഇട്ടിട്ടും കാര്യമില്ല. മുപ്പരിപ്പോൾ വേൾഡ് ടൂറിലാണ്. വേൾഡ് ടൂറിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ നോക്കാൻ ആർക്കെങ്കിലും നേരമുണ്ടോ? അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യൻ എംബസി ഓഫ് ഒമാൻ്റെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്, അതെ ഇങ്ങനെ ആൾ മരിച്ചിട്ടുണ്ട്, ആൾ മരണപ്പെട്ടു, ഇനിയൊന്നും ചെയ്യാനില്ല. അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഒമാൻ എംബസി അല്ലെങ്കിൽ ഒമാൻ ബാക്കിയുള്ള അധികൃതരൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ബോഡി കൊണ്ടുവരിക. 2 ദിവസമായി ബോഡി അളിഞ്ഞു പോയി. അത് അളിയാണ്ടിരിക്കാനാണ് അവരവിടെ തണുത്ത വെള്ളം വരെ അതിൻ്റെ മേൽ വെച്ച് നോക്കുക, എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടട്ടെ എന്ന് കരുതിയിട്ട്. ഈ രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ 2 ഗ്രൂപ്പും ഇതുപോലത്തെ പോസ്റ്ററിട്ട് കളിക്കുന്നത്. നമ്മുടെ ഫോറിൻ അഫയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ്, നമ്മുടെ പോളിസിൻ്റെ അവസ്ഥ മനസ്സിലാവും. ഇനിയെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണോ? കണ്ട നാട് ചുറ്റുക, ഇന്ത്യക്കാരെ പൈസ എടുത്തിട്ട് ഈ ഒരു അവസരത്തിൽ ഇത്രയും ക്രിട്ടിക്കൽ ക്രൂഷ്യൽ ഒരു അവസ്ഥയിൽ നാട് ചുറ്റി നടക്കുക, ഇല്ലാത്ത പദ്ധതികളുടെ പേരും പറഞ്ഞിട്ട്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന പദ്ധതികൾ എത്രയും നമുക്കറിയാം. അതിൽ എത്ര എണ്ണം തിരിച്ചു പോയി? ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയ്ക്ക് എത്ര ബില്യൺ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നിന്ന് എടുത്തു പോയത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? സംഖ്യകളോണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളൊപ്പം രാജ്യദ്രോഹിയൊക്കെയായിട്ട് വരും. അവരോണ്ടായി ചോദ്യം ചോദിക്കാനുള്ളത്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? 8-ാം തീയതി മുതൽ 8, 9, 10, 11, 12, 12-ാം തീയതി ആൾ മരിച്ചു. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ അവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതേ സ്ഥാനത്ത് ഒരു അമേരിക്കൻ പൗരനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കപ്പൽ നിങ്ങളെടുത്ത ഒരു അമേരിക്കൻ പൗരനാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ അമേരിക്കക്കാരെ അല്ലെങ്കിൽ അമേരിക്കൻ എംബസി അല്ലെങ്കിൽ അമേരിക്കൻ കോൺസുലേറ്റ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ ചെയ്യേണ്ടത് അവിടെ ചെയ്യുമായിരുന്നു. കാരണം സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ ഉള്ളിൽ പോയി പെട്ടിരിക്കുന്ന കപ്പലല്ല, അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ സൈഡായി കിടക്കുന്ന ഒരു കപ്പൽ അല്ലെങ്കിൽ ഒമാൻ്റെ ഇതിൽ
അതായത് ഈ കപ്പലിൽ നിന്ന് ഈ ഇന്റർനാഷണൽ സെയിൽ പോകുന്ന കപ്പലുകളിൽ നിന്നൊക്കെ ആൾക്കാർക്ക് പുതിയൊരു പോർട്ടിലോട്ട് ഇറങ്ങണമെങ്കിൽ അവിടുത്തെ പ്രോപ്പറായിട്ടുള്ള കുറേ കാര്യങ്ങൾ വേണം. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ എംബസിയായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ഈ ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങുക. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺസ് ഒക്കെ ആണെങ്കിൽ അവിടെ നിന്ന് വേണ്ട പേപ്പറുകളും കാര്യങ്ങളൊക്കെ വേണം. നമ്മളതിൻ്റെ ആധികാരികമായിട്ട് എത്രത്തോളം അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ നമ്മൾ പോകുന്നില്ല. പക്ഷേ ഒരു ഇന്ത്യൻ സൈനികനാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ എന്താ പറയുക സെയിലറാണ് അവിടെ മരിച്ചു പോയിട്ടുള്ളത്. ഒരു തമിഴ്നാട് സ്വദേശിയാണ്. ആളുടെ പേര് നിശാന്ത്, ആളുടെ പേരെന്തായിരുന്നു, നിശാന്ത് അങ്ങനെ ഒരു പേരാണ്. ആളുടെ പേര് ഞാൻ വിട്ടുപോയി. ആള് ഇങ്ങനെ മരിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഡിപ്ലോമസി ഭയങ്കര ആയതുകൊണ്ടേ, നമ്മുടെ എന്താ പറയുക വിദേശകാര്യം ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ കിടന്ന് മരിച്ചു. ഇനി മരിച്ച മൃതദേഹം അങ്ങോട്ട് എത്തിക്കാൻ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. കാരണം എംബസി കാര്യങ്ങളൊക്കെ തിരക്കിലായിരിക്കും. കാരണം ഓൾറെഡി നമ്മുടെ കുരു ഒരു വേൾഡ് ട്രിപ്പിന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന സ്ഥലത്ത് അവിടെ മറ്റേ സ്വീകരണം ഒരുക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ അവിടെ കയറി ചെല്ലുന്നിടത്തുനിന്ന് അയാൾക്ക് സ്തുതി പാടാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ എംബസികളും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വിദേശകാര്യമൊക്കെ അതിൻ്റെ തിരക്കിലായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ അവിടെ ഒന്ന് മരിച്ചു എന്നോ അല്ലെങ്കിൽ ഒരുത്തൻ ദിവസങ്ങളായിട്ട് അതീവ ഗുരുതരമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ആരും പോകില്ല, ആരും ശ്രദ്ധിക്കാനും സമയം കിട്ടൂല. കാരണം ജിക്ക് ഇവിടെ മുട്ടി ഇങ്ങനെ പറന്നു നടക്കാനുള്ള സമയം കിട്ടുന്നില്ല. അങ്ങനെ വിദേശ യാത്രകൾ നടത്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ പാവം ഈ ഗോദി മീഡിയക്ക് അത് കാണിക്കാനേ നേരമുള്ളൂ. ഈ വാർത്ത ഇന്നലെ വന്നിട്ടുണ്ട്. ഇവിടെ എത്ര മാധ്യമങ്ങൾ നിങ്ങൾ കണ്ടു? വളരെ ചുരുങ്ങിയ ചില മാധ്യമങ്ങൾ ഇത് വന്നു. ജസ്റ്റ് ഒരു നോർമൽ ന്യൂസായിട്ട് ഇത് കടന്നുപോയി. ഇപ്പോഴാണ് ഇത് പുറത്ത് ഈ വീഡിയോ, അതായത് സോഷ്യൽ മീഡിയ ത്രൂ ആണ് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ പുറത്തോട്ട് പ്രചരിപ്പിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾ ചിന്തിച്ചാൽ മതി, മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ, അമേരിക്കയുടെ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ എങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ ഒരു സിറ്റിസൺ ആണ് അവിടെ എങ്ങനത്തെ ഒരു സ്ഥലത്ത് പെട്ടിരുന്നെങ്കിലുണ്ടല്ലോ, ആളെ അവിടെ നിന്ന് എടുത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ 8-ാം തീയതി 7-ാം തീയതി വരെ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 or 2 ഡേയ്സിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ വരും. അവിടെയാണ് ഡിപ്ലോമസി. അതാണ് നമ്മൾ കാണിക്കേണ്ട ഡിപ്ലോമസി. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ഇന്ത്യക്കാരന് പ്രശ്നം വരുമ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഡിപ്ലോമസി കാണിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിരുന്നില്ലേ, 3 ഇന്ത്യൻ കപ്പലുകൾ മുങ്ങിയെന്നും പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ഇട്ടിരുന്നത്. അതോടുകൂടി ഞാൻ ഇപ്പോൾ രാജ്യദ്രോഹിയാണ്. കാരണം നമ്മുടെ സംഘി കൂട്ടങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് 3 ഇന്ത്യൻ കപ്പൽ മുങ്ങിയിട്ടില്ല, നീ എന്താ തെറ്റായിട്ടുള്ള വാർത്തകൾ പറഞ്ഞിറക്കുക, അതിനുശേഷം മുങ്ങി മരിച്ച 3 ഇന്ത്യക്കാരാണെന്നുള്ളതും, അല്ലെങ്കിൽ ഈ 3 കപ്പലുകളിലും ഏകദേശം 20-24 പേര് വെച്ചിട്ട് 10-75 ആൾക്കാരെയാണ് മരിക്കാനാവേണ്ട സ്ഥലത്ത് നിന്ന് എന്തോ ആരുടെക്കോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് വന്നതെന്നും അതിനെതിരെ ഈ നമ്മുടെ എന്താ പറയുക കോൺസുലേറ്റത്തെ ഒരാളെ വിളിച്ചിട്ട്, അമേരിക്കൻ കോൺസുലേറ്റിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് ഉമ്മ കൊടുത്ത് തിരിച്ചു വിട്ടതും, അതിനെതിരെ ഒരു വാക്ക് പോലും പറയാണ്ട് നമ്മുടെ 56 ഇഞ്ച് ആ ഒരു കുരു ഉണ്ടല്ലോ, അയാൾ മിണ്ടാണ്ട് നടന്നതൊക്കെ നമ്മൾ ചോദിച്ചു. അതൊന്നും ആർക്കും, അതൊന്നും രാജ്യദ്രോഹം, അതൊക്കെ രാജ്യസ്നേഹമാണ്. നമ്മൾ തുടക്കത്തിൽ 3 ഇന്ത്യൻ കപ്പലിന് പറഞ്ഞതോടുകൂടി നമ്മളാണ് രാജ്യദ്രോഹികൾ. എൻ്റെ പൊന്നു വേട്ടാവളിയന്മാരെ, നീയൊക്കെ യഥാർത്ഥ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ സംഖ്യയാണ്. ഒരു വിവരവും ബോധവും ഇല്ലാണ്ട്, ഒരു പൊക്കണവും ഇല്ലാണ്ട് വിളിച്ചിട്ട് ആ വാർത്തയുടെ തുടക്കത്തിൽ വെച്ചിട്ട് ഇത്രയും സംസാരിച്ചിട്ട് നീ എന്നെ രാജ്യദ്രോഹി, ഞാൻ രാജ്യദ്രോഹിയാൻ പോകുന്നില്ല. കേട്ടല്ലോ, നീയൊക്കെയാണ് യഥാർത്ഥ രാജ്യദ്രോഹി. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാണ്ട് മുട്ട് മടങ്ങി റാ പോലെ വണങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ട്രംപിന്റെ മുമ്പിലും ബാക്കിയുള്ള സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് നടക്കുക എന്നല്ലാണ്ട്, ചോക്ലേറ്റ് കൊടുത്ത് തേച്ചൊലിപ്പിക്കുക എന്നല്ലാണ്ട് എന്തിനാ പറ്റുന്നത്? ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. ഈ പാവം സംഖ്യകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ ഗിമിക്കുകളും അല്ലാണ്ട് അപ്പുറത്തോട്ട് ഇന്ത്യ കുത്തിക്കൊണ്ടിരിക്കുക. 3-ാം സ്ഥാനത്ത്, 4-ാം സ്ഥാനത്ത്, 6-ാം സ്ഥാനത്തായി, എല്ലാം താഴോട്ടാണ്, മേലോട്ടല്ല പോകുന്നത്. ഇനി അതും പറഞ്ഞ ഒരൊറ്റ സംഖ്യകളും ഇവിടെ കുണയ്ക്കാൻ വരരുത് ഈ വീഡിയോയുടെ താഴത്ത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഒരു ഇന്ത്യൻ സെയിലറിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയിപ്പം ബോഡി, അല്ലെങ്കിൽ ആ ചീഞ്ഞളിഞ്ഞ ആ ബോഡി കൊണ്ടുവരാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിനക്കൊക്കെ പിട്ടുങ്ങിന് ഉറപ്പുണ്ടെങ്കിൽ അതെങ്കിലും ചെയ്യും. അവിടെ ചെന്നിട്ട് ഇങ്ങനെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരാളെ രക്ഷിച്ച് വരാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലാണ്ട് ഇവിടെ ഇരുന്നിട്ട് രാജ്യദ്രോഹവും രാജ്യസ്നേഹവും പഠിപ്പിക്കേണ്ട ഇവിടുത്തെ ആൾക്കാർക്ക് അത് നല്ല വ്യക്തമായിട്ടുണ്ട്, സംഖ്യകൾ ഒഴികെ എല്ലാവർക്കും. അത് മാത്രമല്ല, മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഒരു ഇന്ത്യൻ പായക്കപ്പലാണെന്നാണ് പറയുന്നത്. ഇന്ത്യൻ കപ്പലാണോ വേറെ കപ്പലാണോ എന്തായാലും അതിലുള്ളത് 14 ആൾക്കാർ ഇന്ത്യക്കാരാണ്. കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതാരും മുക്കിയതാണ് എന്നൊക്കെ നമുക്കറിയില്ല. ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് വരട്ടെ. ഏതാണെങ്കിലും അവരെ രക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഇനി അതും രാജ്യദ്രോഹമാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ പൊന്നു സംഖ്യകളെ, നീയൊക്കെ അവിടെ കിടന്ന് കൊണക്കിയുള്ളൂ. സംഖ്യ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കിതാ ഈ ഒരു രോമത്തിന് കൊടുക്കുന്ന വില പോലും എനിക്ക് സംഖ്യ കൊടുക്കാൻ തോന്നാറില്ല. അപ്പോൾ അത്ര വൃത്തികെട്ട ജന്തുക്കളാണ് സംഖ്യ.